എന്നുള്ളതാണ്. ഹായ് ബ്രോ, നമ്മൾ ഒരുമിച്ച് ജയിക്കും കേട്ടോ. ജയിക്കുന്നതൊക്കെ പ്രവർത്തകര് വലിയ ആവേശത്തിൽ പറയുന്നുണ്ട്. അവർക്കറിയാം, നാട്ടുകാർക്കറിയാം ഇവിടെ ആര് ജയിക്കണം എന്നല്ലേ. കൂടി ഉണ്ടാവണം കേട്ടോ, ചെറുപ്പക്കാരൊപ്പം ഉണ്ടാവണം. ഇല്ല, ഇത് 23-ാം തീയതി അല്ലേ, അത് പാടല്ലോ. പ്രിമച്വർ സെലിബ്രേഷൻസ് ഒന്നും പാടില്ലല്ലോ, നിങ്ങളോടല്ലേ നമ്മൾ. ഇപ്പോൾ ഈ റോഡ് ഷോ കാണുമ്പോഴേ വലിയ ആവേശം പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. ഉറപ്പായും ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ റോഡ് ഷോ കാണുമ്പോൾ അവർ ഉറപ്പായും ജയിക്കുന്ന പ്രവർത്തകർ അങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. സരിൻ അവരുടെ ഹൃദയത്തിലേക്ക് കയറിയെന്നാണോ? ജനങ്ങളാണ് അത് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ അവിടെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ വോട്ട് ചോദിച്ചാണ് ഈ പറയുന്ന റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. അതാണ് നമ്മൾ കണ്ടത്. ഇരട്ടി വോട്ട് നേടുമെന്ന് വീണ്ടും സരിൻ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ മുതൽ ഞാനത് പറയുന്നുണ്ട്. 70,000-ൽ കുറയാത്ത വോട്ടുകൾ LDF നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ ഒന്ന് നിർത്തി ചോദിച്ചോട്ടെ. അതായത് ഈ 70,000 വോട്ട് നേടുന്നു പറഞ്ഞപ്പോൾ രാവിലെ ഒരു വിഭാഗം ആളുകൾ കളിയാക്കിയിരുന്നു. അപ്പൊ പിന്നെ ബാക്കി മുഴുവൻ അങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറയാന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ആണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ജനം തന്നെ നമ്മളത് കൊണ്ടുപോകും, തർക്കമൊന്നുമില്ല. ഉറപ്പായും കൊണ്ടുപോകുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം ഏകപക്ഷീയമായ വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. 20,000-ൽ കുറയാത്ത വോട്ടുകൾക്ക് ഇവിടെ ഇടതുപക്ഷം വിജയിക്കും. എമ്മാതിരി കോൺഫിഡൻസ് ആണിത്. അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആണെന്നേ. അതിനപ്പുറത്തേക്ക് വേറെ എന്താണ് പറയേണ്ടത്? ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തെ അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് ഒരു കഴിവുണ്ടാക്കണം. ആ കഴിവ് ഞാൻ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഞാൻ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, CPM വോട്ടില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കാൻ കഴിയില്ല. മാത്തൂരും കണ്ണാടിയും പിരാരിയിലും കാര്യമായ രീതിയിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് അത് ലഭിച്ചിരുന്നു. അത് സെക്കുലർ വോട്ടാണെന്നാണ് സതീശൻ പറഞ്ഞിരുന്നത്. ഞാൻ സരിനോട് ഒന്ന് തിരുത്തി ചോദിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസ് വോട്ടുകൾ ഇല്ലാതെ സരിന് വിജയിക്കാൻ കഴിയുമെന്ന്? ഇപ്പൊ BJP വോട്ടുകൾ കിട്ടിക്കൊണ്ട് എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്നാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. അവസാന രാഷ്ട്രീയ നീക്കം അതാണല്ലോ ഉണ്ടായത്. അപ്പൊ BJP കോൺഗ്രസിനെ ജയിപ്പിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ BJPയിൽ നിന്ന് വിട്ടുപോകുന്ന കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇരട്ടി വോട്ട്, 70,000-ൽ പരം വോട്ട് നേടും എന്നാണ് ഇവിടെ ഡോക്ടർ പി സരിൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഏകപക്ഷീയമായ വിജയമായിരിക്കും ഇടതുമുന്നണിക്കെന്നാണ് LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, പ്രതികരണം അതാണ്. UDF-ന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. റോഡ് ഷോയിൽ സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട്. ഷാഫി പറമ്പിൽ ഇടത്തും വലത്തും സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും, നടുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണ് ആ പ്രചാരണ വാഹനം കടന്നു വരുന്നത്. അത് ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം 2 ദിവസമാകുന്നു. 2 ദിവസത്തിനിടെ റോഡ് ഷോ ഉണ്ട്. എല്ലാ ദിവസവും സന്ദീപിന്റെ പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ, റോഡ് ഷോ പരമാവധി അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഇവിടെ BJPയുടെ ഒരു വലിയ ഒരു ഇരുചക്ര വാഹന റാലി കടന്നു വരികയാണ്. അതിൽ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്.